ബൈക്ക് ടാക്സി നിരോധിക്കാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനം ശരിവച്ച് ഹൈക്കോടതി. വിലക്ക് പിൻവലിക്കാൻ കോടതി തയ്യാറാകാത്തതിനെ തുടർന്ന് ജൂൺ 16 മുതൽ ബൈക്ക് ടാക്സി ഓടില്ല. നിരോധന ഉത്തരവിനെതിരെ കർണാടകയിലെ പ്രധാനപ്പെട്ട ബൈക്ക് ടാക്സി കമ്പനിയായ റാപ്പിഡോ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. ബൈക്ക് ടാക്സിയുമായി ബന്ധപ്പെട്ട സർക്കാർ ചട്ടം രൂപീകരിക്കുന്നതുവരെ അവയ്ക്ക് നിരോധനം വേണമെന്ന കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഡിവിഷൻ ബെഞ്ച് തള്ളിയതാണ് നടപടിക്ക് കാരണം. ജൂൺ 16-നുള്ളിൽ ബൈക്ക് ടാക്സികൾ പ്രവർത്തനം നിർത്തണമെന്നാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം. ബൈക്ക് ടാക്സികൾ സർവീസ് നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മുമ്പ് ഗതാഗത വകുപ്പ് ഓപ്പറേറ്റർമാർക്ക് നോട്ടീസ് അയച്ചിരുന്നു. കൃത്യമായ പെർമിറ്റോടുകൂടി വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് മാത്രമേ ടാക്സി സർവീസ് നടത്താൻ കഴിയൂ എന്നാണ് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിരോധന നടപടി യൂബർ, മോട്ടോ, റാപ്പിഡോ പോലുള്ള ആപ്പ് കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന ടാക്സി കമ്പനികളെ ബാധിച്ചിരുന്നു. പുതിയ ഉത്തരവ് പ്രകാരം ജൂൺ 16-ന് മുൻപ് ബൈക്ക് ടാക്സികൾ നിരത്തിൽ നിന്ന് പൂർണ്ണമായും തരത്തിൽ പിൻവലിക്കണം. ഇക്കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനികൾ സിംഗിൾ ബെഞ്ച് പ്രസ്താവിച്ച ബൈക്ക് ടാക്സി നിരോധന ഉത്തരവിനെതിരെ കർണാടക ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത്. ബൈക്ക് ടാക്സി നിർത്തുന്നത് 6 ലക്ഷം ഡ്രൈവർമാരെ ബാധിക്കുമെന്നാണ് റാപ്പിഡോ വാദിച്ചത്. എന്നാൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കാമേശ്വർ റാവുവും ജസ്റ്റിസ് ശ്രീനിവാസ് ഹരീഷ് കുമാറും ഉൾപ്പെട്ട ബെഞ്ച് നിരോധന ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളി. അപ്പീൽ സർക്കാരിനും വിവിധ വകുപ്പുകൾക്കും നോട്ടീസ് അയച്ച ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഇനി ജൂൺ 24-ന് പരിഗണിക്കും. ഗതാഗത വകുപ്പിന്റെയും ഓട്ടോ ടാക്സി യൂണിറ്റുകളുടെയും എതിർപ്പിനെ തുടർന്ന് 2019-ൽ തന്നെ സംസ്ഥാനത്ത് ബൈക്ക് ടാക്സികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ 2022-ൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച താൽക്കാലിക ഉത്തരവിന്റെ പിൻബലത്തിലാണ് ബൈക്ക് ടാക്സികൾ പ്രവർത്തിച്ചിരുന്നത്. 2025 ഏപ്രിൽ 2-നായിരുന്നു ബൈക്ക് ടാക്സികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്നത്. ഇതിനെതിരെ അപ്പീൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബൈക്ക് ടാക്സി ഓപ്പറേറ്റർമാർ കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പ്രധാന ബൈക്ക് ടാക്സി ഓപ്പറേറ്ററായ റാപ്പിഡോ തങ്ങൾ പ്രവർത്തനം അവസാനിപ്പിച്ചാൽ കർണാടകയിൽ 6 ലക്ഷത്തോളം പേരുടെ ജീവിത മാർഗത്തെ നേരിട്ട് ബാധിക്കുമെന്നാണ് കോടതിയെ അറിയിച്ചത്. തങ്ങളുടെ റൈഡർമാരിൽ 75% പേരും ബൈക്ക് ടാക്സിയെയാണ് മുഖ്യ വരുമാന മാർഗമായി കാണുന്നത് എന്നും പ്രതിമാസം 35,000 രൂപയോളം ഇവർ നേടുന്നുണ്ട് എന്നും പറഞ്ഞു. GST ഇനത്തിൽ ബംഗളൂരുവിൽ 100 കോടി രൂപയോളം അടച്ചിട്ടുണ്ട് എന്നും റാപ്പിഡോ കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബൈക്ക് ടാക്സി നിരോധനം ഒഴിവാക്കാൻ കോടതി ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. ബൈക്ക് ടാക്സികളുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായ രീതിയിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിനാകും. ഇത്തരം നിയമനിർമ്മാണം നടത്തുകയാണ് എങ്കിൽ നിരോധനം നീക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന സൂചനയും കോടതി നൽകിയിട്ടുണ്ട്. 2022-ലാണ് മോട്ടോർ സൈക്കിളുകളെ ബൈക്ക് ടാക്സിയായി രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കണമെന്ന് കാണിച്ച് ബൈക്ക് ടാക്സി ഓപ്പറേറ്റർമാർ കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലുണ്ടായ ഇടക്കാല ഉത്തരവിന്റെ ബലത്തിലാണ് ബൈക്ക് ടാക്സികളെ നിരോധിക്കാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനം താൽക്കാലികമായി തടയാൻ ഇവർക്കായത്. ബൈക്ക് ടാക്സികൾ സുരക്ഷിതമല്ല എന്ന 2019-ലെ വിദഗ്ധ സമിതി റിപ്പോർട്ട് പരിഗണിച്ച് 2025 ഏപ്രിൽ 2-ന് ഇവയുടെ സർവീസ് നിർത്തിവെക്കാൻ ഉത്തരവിടുകയായിരുന്നു. 3 മാസത്തിനകം ഇക്കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താൻ കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയെങ്കിലും ഇക്കാര്യം സർക്കാർ നിരസിക്കുകയും ചെയ്തു.